അവിടുന്ന് നിന്നേ. തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ആ, ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല്, ഇന്നെ ഒരു പ്രേമലേഖനം വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ ശരിയാ കൊല്ലി ഞാൻ നിന്നെ നിന്നെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു കഥ തുറക്കാൻ തുറക്കാനാ പറഞ്ഞത്. അയ്യോ, ഭദ്രകാളി, നീ ഇത്രയും വലിയ മന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എനിക്ക് മതി, എല്ലാം മനസ്സിലായി. എന്താ നീ എന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്റെ കർത്താവ് ഏതൊന്ന് കഴിഞ്ഞുന്നാ തോന്നണേ. ചിലപ്പോ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും. അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റിയടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലി കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം.